ഞാൻ അലോഷ്യസ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പ്ലാനറ്റ്സിനെ കുറിച്ചാണ്. സോളാർ സിസ്റ്റത്തിൽ 8 പ്ലാനറ്റ്സ് ആണ് ഉള്ളത്. 8 പ്ലാനറ്റ്സിൻ്റെ പ്രത്യേകതയും പേരും ഞാൻ പറയാം. ആദ്യമായിട്ട് വരുന്നത് മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. മെർക്കുറി സണ്ണിൻ്റെ അടുത്തുള്ള പ്ലാനറ്റും ചെറിയ പ്ലാനറ്റുമാണ്, ഫസ്റ്റ് പ്ലാനറ്റുമാണ്. വീനസ് രണ്ടാമത്തെ അടുത്തുള്ള പ്ലാനറ്റും ഭയങ്കര ചൂടുള്ള പ്ലാനറ്റും കട്ടിയുള്ള ആറ്റ്മോസ്ഫിയറുമുണ്ട്. അത് എർത്തിൻ്റെ സഹോദരിയാണെന്ന് പറയുന്നു. ഇനി അടുത്തതാണ് എർത്ത്. എർത്തിൽ കുറേ ജീവജാലങ്ങൾ വസിക്കുന്നുണ്ട്. അത് മനുഷ്യരുണ്ട്, മൃഗങ്ങളുണ്ട്, അങ്ങനെ പ്രാണികളുണ്ട്, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. എർത്തിൽ അറ്റ്മോസ്ഫിയറുണ്ട്, കുറേ വാതകങ്ങളുണ്ട്. അതിൽ നമ്മൾ വസിക്കുന്നതും പുറത്തേക്ക് വിടുന്നതും 2 എണ്ണമാണ്, കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും. എർത്തിൽ കുറേ കോണ്ടിനെൻറ്റ്സ് ഉണ്ട്. മാർസാണ് റെഡ് പ്ലാനറ്റ് സോളാർ സിസ്റ്റം. അത് 4th പ്ലാനറ്റുമാണ്. അതെങ്ങനെയാണ് റെഡ് പ്ലാനറ്റ് ആണെന്ന്, അതിൻ്റെ റെഡ് സാൻഡ് കാരണമാണ് അത് റെഡ് പ്ലാനറ്റ് ആണ്. അടുത്തതാണ് ജൂപ്പിറ്റർ, 5th പ്ലാനറ്റും ഭയങ്കര ബിഗ് പ്ലാനറ്റും ആണ്. അവിടെ ഡയമണ്ട് മഴ പെയ്യും, പക്ഷെ ആ വാതകം കാരണമുണ്ട് അത് വേഗം ഉരുകിപ്പോവും. ഇനിയാണ് സാറ്റേണിൻ്റെ വലയം കാണാൻ നല്ല ഭംഗിയും അവിടെ കുറേ വാതകങ്ങളും പിന്നെ അവിടെ ഡയമണ്ട് മഴ പെയ്യും. സെയിം അവസ്ഥയാണ് ഇപ്പോൾ സാറ്റേണിലുള്ളത്. ഇനിയാണ് യുറാനസ് എന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പും അവിടെ ഡയമണ്ട് ഉരുകില്ല. നെക്സ്റ്റ് ആണ് നെപ്റ്റ്യൂൺ. അതാണ് ഏറ്റവും ലാസ്റ്റ് പ്ലാനറ്റ്, ഭയങ്കര ബ്ലൂ പ്ലാനറ്റും. അതെങ്ങനെ ബ്ലൂ പ്ലാനറ്റാണ്? അവിടുത്തെ സിലിക്കേറ്റ് പദാർത്ഥങ്ങൾ കൊണ്ടാണ് അവിടെ ബ്ലൂ ആണ്. അവിടെയും ഡയമണ്ട് വരെയും ചിലപ്പോൾ ഒഴുകില്ല, ചിലപ്പോൾ ഉരുകും. അപ്പോൾ ബായ്, നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബായ്.